എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാൻ മമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. മമ്മൂട്ടി വീണ്ടും നമ്മുടെ വീഡിയോയിൽ എനർജി ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിന്റെ വീട്ടിലാണ് കേട്ടോ. അമ്മുവിന്റെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വന്നപ്പോഴത്തേന് എന്നാ പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഇന്ന് ഇയർ പുള്ളിങ് ചലഞ്ച് ആണ്. വീട്ടിലെല്ലാരും ഉണ്ട്, നീ എന്നെ ഇവിടെ നിന്ന് വെച്ചിട്ട് ചുള്ളി എന്നെ വേദന. ഇത് എന്റെ വീടാണ്, എന്നെ ഞുള്ളി ഇവിടെ ഉള്ളവര് വിവരം അറിയിക്കും. അതാണ് പ്രശ്നം. ഇവിടെ ആണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ഇവള് മെയിൻ എന്നെ ഞുള്ളി തീർക്കാറാണ് പതിവ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വേറെ ചെയ്യുമ്പോ അത് വേറെ ശിക്ഷയാവും. അതെ. അപ്പൊ എനിവേ നമ്മുടെ ഇയർ പുള്ളിങ് ചലഞ്ചിലേക്ക് കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇയർ പുള്ളിങ് ചലഞ്ചിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ഇയർ പുള്ളിങ് ചലഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. അമ്മൂട്ടി, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആണ് ഇതിനകത്തുള്ളത്. അതായത് ഒന്നുമില്ല കേട്ടോ ഗൈസ്, ഞങ്ങള് കുറച്ച് അധികം കുസൃതി ചോദ്യങ്ങൾ അമ്മു റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ റെഡിയാക്കിയൊന്നും അല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്. നിന്റെ തന്നെയാണോ എന്റെ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നോക്കിയല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. എന്റെ ഇഷ്ടത്തിന് സെർച്ച് ചെയ്ത് പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് മാറ്റിക്കളയണം കേട്ടോ. ആരാണ് ആൻസർ പറയാത്തത് അവർക്ക് നല്ല പുള്ളിങ് കിട്ടും, നല്ല ഞുള്ളു കിട്ടും. ഓക്കെ, യു ആർ റെഡി? ഐ ആം റെഡി. അപ്പൊ ശരിക്കും ഇന്നത്തെ വീഡിയോ എന്താണ്? ഇയർ പുള്ളിങ് ചലഞ്ച് വിത്ത് ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ് കേട്ടോ. നമ്മളൊരു ജസ്റ്റ് ഫൺ നോളജ് അറിയാത്ത കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോയത്. അതെ, കുസൃതി ചോദ്യത്തില് ജയിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു വീക്കെൻഡ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേന് നമ്മുടെ കൂട്ടുകാരെ ഇടയ്ക്ക് തന്നെ നമ്മൾ ചെയ്യുന്നു. ശിക്ഷയൊന്നും കൊടുക്കലില്ല. ശിക്ഷയല്ല, ശിക്ഷ. അപ്പൊ അതാണ് ശരിക്കും ചുമയായതുകൊണ്ട് ചില അക്ഷര സ്ഫുടത ഇല്ലായ്മയുള്ള കുട്ടിയാണ് കേട്ടോ. നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞങ്ങൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെയോ നമ്മുടെ ഫാമിലീസ് നമ്മുടെ കസിൻസ് ഒക്കെ കൂടുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കാറുണ്ട്. ഇപ്പൊ കളിക്കുമെന്ന് കളിച്ചതാണ്. ഇപ്പൊ വീണ്ടും ഈ 90s കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ കറക്റ്റ് അറിയാം. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള കളികളൊക്കെയാണ് എല്ലാവരും കൂടുന്നത്. ഇപ്പൊ എല്ലാം ഗെയിമിങ്ങിന്റെ ഒക്കെ കാര്യത്തിലേക്ക് പോയില്ലേ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച് രസകരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പൊ അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നു. വീട്ടിൽ നിന്ന് കളിക്കലുണ്ട് കേട്ടോ. അതെ, ആൻസർ പറയാത്തവര് നല്ല ഞോളും കിട്ടും. അപ്പൊ അതാണ് ഇന്നത്തെ ഗെയിം. അപ്പൊ തുടങ്ങിയാലോ? സോ അങ്ങനെ ഇയർ പുള്ളിങ് ചലഞ്ച് തുടങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കട്ടെ. ആദ്യം തന്നെ പറഞ്ഞു നടയടി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ അധികം സമയമൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ അധികം അങ്ങോട്ട് ലാഗ് അടിപ്പിക്കാതെ നമ്മൾ തുടങ്ങാൻ നമുക്ക് കയ്യിൽ ചോദിക്കാം കേട്ടോ. അത് നമ്മൾ ആൻസർ പറയുന്ന പോലെ ഇരിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് ഗ്രാഹ്യമുള്ളത് കൊണ്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അധികം ടൈമും തരത്തില്ല, വളരെ ചുരുക്ക സമയം തരത്തിലുള്ള മീൻസ് 1 2 3 4 ഈ ഒരു സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുള്ളിൽ ആൻസർ പറഞ്ഞോളാം. ഓക്കെ, നിങ്ങൾക്കും ആൻസർ പറയാം കേട്ടോ. നിങ്ങളും ആൻസർ പറയാം അല്ലെ. അതിന്റെ ഉത്തരം നമ്മൾ പറയുന്നതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോണേ. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ്. ഓക്കെ, തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ്? തല കുത്തി നിന്നാൽ അതൊന്ന് വലുതാവും. ഇവൻ അത് ക്ലൂ വേണേ തരാം. അതൊരു സംഖ്യ ആവാം. 9. 9 ആണോ? പിന്നെ 6. അത് പൊട്ടി. ഇവള് വെറും അത് ക്വസ്റ്റ്യൻ മാറിപ്പോയി കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ മാറിപ്പോവും. അങ്ങനെ തലകുത്തി നിന്നാൽ ചെറുതാവുന്നത് ആര് എന്ന് ചോദിച്ചാൽ 9 എന്ന് പറയും. തലകുത്തി നിന്നാൽ വലുതാവുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 ആണ് ആൻസർ. ഓക്കെ, ഒരെണ്ണം കിട്ടി കേട്ടോ. ആഘോഷമാക്കുകയാണ് ഗൈസ് ഞാൻ. ഓക്കെ, റെഡി. നെക്സ്റ്റ്. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം. സിമ്പിൾ, ഗർഭപാത്രം. നീ നോക്കിയാ? ഇല്ല, ഇതിനകത്ത് ഇല്ല ഗൈസ്. ഇതിനകത്ത് ഞാൻ റെഡിയാക്കിയ ക്വസ്റ്റ്യൻസിനകത്ത് ഇല്ല കേട്ടോ. അടുത്ത കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം.
സ്വാഭാവിക നോർമൽ ഇവൾക്ക് ഒരു ഞുള്ളു കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യാനാണ്? അത് ടിഞ്ച നോക്കരുത്. എന്റെ തന്നെ ചെലപ്പോ വന്നെങ്കിലോ. ആരും യാത്ര ചെയ്യാത്ത യാത്രയോ? ആരും യാത്ര ചെയ്യാത്ത ബസ്. യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ആരും യാത്ര ഇങ്ങോട്ട് നിൽക്കും നമ്മള് യാത്ര ചെയ്യാത്ത ബസ്. തിരിച്ചല്ലേ? ആരും യാത്ര ചെയ്യാത്ത ബസ്. അറിയില്ല അറിയില്ല അറിയില്ല. സിലബസ്. അതിലൂടെ എല്ലാരും യാത്ര ചെയ്തില്ലേ? അതിലൂടെ യാത്ര സിലബസ്. ഓക്കെ ഓക്കെ ഓക്കെ, നീ നോക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ കൊടുക്കാം. എല്ലാരും ഇഷ്ടപ്പെടുന്ന വാർഡ്. വാർഡ് വാർഡ് എന്ന് പറയുമ്പോൾ അറിയത്തില്ല, ഈ പഞ്ചായത്ത് വാർഡ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാരും ഇഷ്ടപ്പെടുന്ന വാർഡ്. വാർഡ് വാർഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വാർഡാണ്. ഫിലിം അവാർഡ്. ഓക്കെ, ഫിലിം അവാർഡ്. ഓക്കെ, അവാർഡ് അല്ലേ? അപ്പൊ ഫിലിം അവാർഡ് കറക്റ്റ് ആണ്. ഫിലിം അവാർഡ്, അതായത് ഫിലിം ഉണ്ട് ബട്ട് അവാർഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞല്ലേ? ഗുഡ് ഗേൾ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പോരട്ടെ. എന്താല്ലേ ഇവിടെ എല്ലാത്തിനും തപ്പി കണ്ടുപിടിച്ചിട്ടാണ്. എനിക്ക് നല്ലത് വേണം. എല്ലാം തപ്പി കണ്ടുപിടിച്ചതിന് ശേഷം ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും പറക്കാത്ത കാക്ക. ഒരിക്കലും പറക്കാത്ത കാക്ക. പേരക്ക അല്ല, ഇക്കാക്ക. ഇത് ആൻസർ വേണം. പേരക്ക ആൻസറിലുള്ളതല്ലേ? പേരക്ക ആൻസർ, പക്ഷെ ഗൂഗിളിലെ ആൻസർ വേറെ. ഗൂഗിൾ ചതിക്കൂല. ഇത് വേണ്ടത് കുറ്റിയോ? ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം ഏതാണ്? ഗ്രീസ്. തെറ്റാണോ? ഇത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോഴാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിക്കുന്നുണ്ട്. ഞാൻ ആൻസർ പറയുമ്പോ എനിക്ക് അടിയായിരുന്നു. സോറി മേഡിയ, സോറി. ഇങ്ങോട്ട് ടീച്ചർ എന്റെ ആൻസർ കണ്ടെത്താനല്ല പറയുമ്പോയിരിക്കുന്നത്. അല്ല, ഞാൻ നോക്കുന്നേ. എന്നാ പിന്നെ നീ നോക്കി, ഞാൻ ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. എന്താ ഇവിടെ നമ്മളെ കുറിച്ച് പല രീതിയിലും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നു ഗൈസ്. നിങ്ങളത് ഒരു ഗൈസ്, അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നു. അപ്പം അതുകൊണ്ടൊന്ന് കുറച്ച് ഒന്ന് ലാഗായി പോയി, സോറി. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാനാണ് ചോദിക്കുന്നത്. ഓക്കെ, നീയാണല്ലേ? എന്റെ ആൻസർ കാണരുത് ഇവിടെ. ഇല്ല, ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യമോ? സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്. ഹംഗറി. വേദനിക്കുന്നയോ? ഹംഗറി അല്ല. പിന്നെ വേറെ ഏതാണ്? അറിയില്ല. അപ്പൊ തോറ്റു. സ്പെയിൻ. സ്പെയിനകത്ത് എന്താ വേദനിക്കുന്നത്? അത് സ്പെയിൻ അല്ലേ? പെയിൻ അല്ലല്ലോ. സ്പെയിൻ. ഇതുവരെ ഇസ്മയിലിനൊക്കെ പറയുന്ന പോലെ സ്പെയിൻ. ഇത് ഞാൻ തിരിച്ചു ഇത് ഇതിനോട് ഞാൻ രാജ്യമുണ്ട്. നിന്നെ കണ്ടാകുന്നുണ്ട്. അധികം അംഗീകരിക്കുകയല്ല. ഞാൻ ഇതിൽ അധികം അംഗീകരിക്കില്ല കേട്ടോ. കൊല്ലോ ഇവള്. ഞാൻ ഇതിലധികം അംഗീകരിക്കില്ല കേട്ടോ. ഇത് അംഗീകരിക്കുന്ന. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ആണ്. ന്യൂസുകൾ കൂടുതലായിട്ടുള്ള രാജ്യം. ന്യൂസുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഒരുപാട് ന്യൂസുകൾ. ന്യൂസിലാൻഡ്. നിങ്ങൾക്ക് അറിയാം, വ്യൂസിന് കാണുമ്പോ ഞാൻ അങ്ങോട്ടേ, ഞാൻ ഏതോ ലോകത്താണ്. ഓ മൈ ഗോഡ്.
ഓക്കെ നെക്സ്റ്റ് പോരട്ടെ. എന്തൊരു കഷ്ടം. സുഖത്തിലും ദുഃഖത്തിലും എന്താണ് ഉള്ളത്? സങ്കടം. അല്ല, സോറി സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? സുഖം ദുഃഖം. സുഖം ദുഃഖം. വേണം ദുഃഖം. ഇതൊക്കെ വളരെ സിമ്പിൾ. ഒരു കോമൺ മര്യാദക്ക് മനസ്സിലാകാവുന്ന സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചില്ല ഇത് ആൻസർ പിടിക്കും. ഇല്ല. അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ്. മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ്? മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്. മരങ്ങൾക്കും ഇംഗ്ലീഷിൽ ചിന്തിക്കാട്ടോ. ഇംഗ്ലീഷും മലയാളത്തിലും അത് പറയും. ബാങ്കുകൾക്കും മരങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു സംഭവം. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ചിന്തിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ കമന്റ് ചെയ്യാൻ എന്തൊക്കെയാണ്. മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായിട്ടുള്ള ഒരു സംഭവമാണത്. അവധിയാണോ? മരങ്ങൾക്ക് എവിടെയാണ് അവധി ഇരിക്കുന്നത്? പൊട്ടത്തിയാണെന്ന്. പിന്നെ കുസൃതിയില് എന്നാലും ഒരു ലോജിക്ക് വേണ്ടടോ. താൻ എന്ത് പൊട്ടനാണ്. മരങ്ങൾക്കും ബാങ്കുകൾക്കും. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് ബ്രാഞ്ച്, ശാഖകൾ. എന്താ കിട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത്ര നേരം നോക്കിയാലും കണ്ടതിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്കും കുറച്ച് വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് നിങ്ങൾക്ക് ഒന്ന് ഷൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമോൺ, പറഞ്ഞോളൂ. വേഗം സ്പീഡാക്ക്, ലാഗ് അടിപ്പിക്കല്. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. മനുഷ്യനെ താങ്ങുന്നതാണോ തങ്ങുന്നാ കൊടുത്തേക്കുന്നത്. മനുഷ്യനെ താങ്ങുന്ന ഭാരം എന്ന് പറഞ്ഞ വേനൽക്കാലത്ത്. വേഗം പറയൂ. ഇപ്പൊ ഞാൻ കൊടുക്കും. ഇങ്ങോട്ട് പോയിരുന്നു. കഠിന ഭാരം. പിന്നെ കഴിഞ്ഞ കിട്ടുന്നില്ല. സംഭാരം. അത് കൊള്ളാണ്. അപ്പൊ അടിപൊളി സാധനം. അടുത്ത ഞാനാണ്. എന്തിനാ പറയുന്നത്? മനുഷ്യനെ താങ്ങുന്ന അങ്ങനെയോ. ഓക്കെ, അടുത്ത ഞാൻ പറയാം. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പണം ഏതാണ്? എല്ലാവർക്കും പണം ഇഷ്ടമാണ്, പക്ഷെ ഈ ഒരു പണം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഈ ഒരു പണം ആർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതല്ല ക്വസ്റ്റ്യൻ, ആൻസർ അതല്ല. മൈച്ചട അല്ല, വൈറ്റ് വാഷ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. വൈറ്റ് വാഷ് ചെയ്യൂ, അത് മൈച്ചട. മനുഷ്യനെ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പണം ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ പണം അതല്ല. തോറ്റോ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. ആരോപണം. ഞാൻ അങ്ങോട്ട് ചിന്തിച്ചില്ല. ആരോപണമാണ് ആർക്കും ഇഷ്ടമില്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നീയാണോ? പിന്നെ ഇങ്ങോട്ട് മാത്രം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ആവശ്യത്തിന് അധികം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് പോരട്ടെ. ആരും ആഗ്രഹിക്കാത്ത ജയം. ആരും ആഗ്രഹിക്കാത്ത പരാജയം. സിമ്പിൾ. ആർക്കും അറിയാതെ ഇത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നെ പോലെ ബ്രില്യൻസിനോട്. എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ടീച്ചറോട് ചോദിച്ചത്. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ്? ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ അറിയാമോ? സിമ്പിൾ ആണ്. തറവാട്. പിന്നെ നിന്റെ തറവാട്. ടിക് ടിക് 1. അമ്മുവിന്റെ അമ്മച്ചി അവിടുന്ന് ഇവിടുന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളെ ഇതാണെന്ന് കാണിച്ചു കൊടുക്കുന്നത്. ടിക് ടിക് 1. തേങ്ങ കൊല. എടി കല്ലറ. എനിക്കില്ലേ ഇതിന്റെ ചിന്ത വന്നു, പക്ഷെ സംഭവത്തിന് പേര് നിലവാറ.
ഇതിന്റെ ഇടയ്ക്ക് അന്യ നിലവറ പൊട്ടിയാണ് ഇവള്. ഓക്കെ, നീയാണ് പറയട്ടെ. ഓക്കെ, സ്റ്റാർട്ട്. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. ഡെൻസിറ്റി. ഡെൻസിറ്റി. ഡെൻസിറ്റി ഒന്നും അല്ല. ഡെൻസിറ്റി അല്ല. ഡെൻസിറ്റി എന്താണ്? തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. പോസിറ്റിവിറ്റി അല്ല. പിന്നെ ഇവ ഭയങ്കര പോസിറ്റീവിന്റെ ആളാണ്. ഇലക്ട്രിസിറ്റി. ഞാൻ വീഡിയോ നോക്കുമ്പോ അങ്ങോട്ടുകാരെ ഇവര് കണ്ടോണ്ടിരിക്കുന്നത് ഇവർക്കറിയാം എന്റെ കണ്ണ് എങ്ങോട്ടേക്കാ പോയേക്കുന്നത്. അമ്മയ്ക്ക് ഇവിടെ ഇരുന്നിട്ടില്ലേ ആൻസർ അറിയാനായിട്ട് പറയാനായിട്ട് വിമ്മിഷ്ടം അമ്മയ്ക്ക്. അമ്മ അറിഞ്ഞിങ്ങനെ വിങ്ങി വിട്ടു ആൻസർ പറയാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഞാനല്ലേ? ഞാനല്ലേ ഇപ്പൊ ആൻസർ. ഓക്കെ, നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, എന്താണ്? നിഴൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പലതവണ പലയിടത്തും ചോദിച്ച് പലരും അത് ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മുന്നിൽ അതുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ സാധിക്കില്ല. നിഴലല്ല. നിഴൽ ചിലപ്പോ നമ്മുടെ ബാക്കിൽ വരും, സൈഡിൽ വരും, ഫ്രണ്ടിൽ വരും, പല സൈഡിൽ വരും. പക്ഷെ നിഴലല്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളൂടെ കണ്ടുപിടിക്കട്ടോ. നമ്മുടെ മുന്നിൽ അതുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിൽ അത് എപ്പോഴും ഭാവി. ഞാൻ എവിടെ ഈ ക്വസ്റ്റ്യൻ തേങ്ങ ഇവർക്ക് കുറെ ഞാൻ എവിടുന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് പലരോട് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ജാടയാണ് കൈസി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പറഞ്ഞോളൂ. പറയട്ടെ. ഏറ്റവും ചെറിയ ഡ്രൈവർ ഏത്? ഏറ്റവും ചെറിയ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ അല്ലേ? ഞാൻ എളുപ്പമുള്ളതാണോ? നീ എളുപ്പമുള്ളല്ലോ ചോദിക്കുന്നത്. ഞാൻ കുറച്ച് ബ്രില്യന്റ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത തന്നെയാണ്. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? അയ്യോ വേണ്ട, ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്യുന്നോട്ടെ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇവൾക്ക് അറിയാം. ഇവള് ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ ആൻസർ അറിയത്തില്ല. അതെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്ത കേട്ടോ. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? വിവാഹം. ഫ്ലോപ്പ് ആയിപ്പോയി. എന്റെ ക്വസ്റ്റ്യൻ വെറും ഫ്ലോപ്പ് ആയിപ്പോയി. എനിക്ക് ക്വസ്റ്റ്യൻസ് വെറും ഒരു 90% കഴിയാനായി. ഓക്കെ, നിന്റെ ഞാൻ ചോദിക്കാം. എഴുതാൻ പറ്റുന്ന ഡ്രസ്. എഴുതാൻ പറ്റുന്ന ഡ്രസ്. എഴുതാൻ പറ്റുന്ന ഡ്രസ്. എഴുതാൻ പറ്റുന്ന ഡ്രസ്. ലിറ്ററേച്ചറോ? എഴുതാൻ പറ്റുന്ന ഡ്രസ്. എഴുതാൻ പറ്റുന്ന ഡ്രസ്. ഓവർകോട്ട് അല്ല. കണ്ണീന്ന് പൊന്നീച്ച. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് എന്റെ കേട്ടോ. നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്ത്? നിങ്ങളുടെ സ്വന്തമാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റ് ആൾക്കാരാണ്. അതായത് നമ്മുടെ സ്വന്തമാണ്, പക്ഷെ ഈ ഒരു സംഭവം ഇത് ഉപയോഗിക്കുന്ന മറ്റ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ അതൊന്നും കേൾക്കരുത് കേട്ടോ ഗൈസ്. ഓക്കെ, അതല്ല ആൻസർ. ഇറ്റ്സ് തിങ്ക് അബൌട്ട് ഹൈ തിങ്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആൻസർ നമുക്ക്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തമാണ്, പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് മറ്റ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഏതാന്ന് പറയാൻ പറ്റും? ഇത് നമ്മുടെ പേര് നമ്മുടെ സ്വന്തമാണ്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ആരാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയുണ്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ? തീർന്നില്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമോൺ എവരിബഡി. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി.
തെങ്ങ് കയറ്റം. ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവസാനത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ അതിവിദഗ്ധമായി എന്റെ ചെവിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. എനിവേ ഞങ്ങളുടെ ഇയർ പുള്ളിംഗ് ചലഞ്ച് വളരെ സിമ്പിൾ ആയിട്ടും ഹമ്പിൾ ആയിട്ടും ഇതിനകത്ത് ഒരു ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുന്റെ വീട്ടിൽ വന്നപ്പോഴത്തേനും ഒരു സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും അമ്മു ആണ് എന്നോട് നമുക്ക് എന്നാൽ പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിൽ തോൽക്കുന്ന ആൾക്ക് ഇയർ പുള്ളിംഗ് ചലഞ്ച് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങള് വീഡിയോ ചെയ്തത്. എനിവേ ഞങ്ങളുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം ഒരു 100 ലൈക്ക് തന്നിട്ട് പോണേ അല്ലെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.